വർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ടാണെന്ന്. പക്ഷേ ഇതിനൊരു ജനറലൈസ്ഡ് ആൻസർ നമുക്ക് തരാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ജോലി സ്ഥലത്തെയും സ്ട്രെസ്സ് ഡിഫറെൻറ്റ് നേച്ചറാണ്. ഓരോ എംപ്ലോയിയുടെ പേഴ്സണാലിറ്റിയും ഓരോ മാനേജറുടെ പേഴ്സണാലിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലൈസ്ഡ് ടിപ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഒരു സൈക്കോളജിസ്റ്റിനും ടിപ്സ് തരാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറപ്പി എപ്പോഴും ടൈലർ മെയ്ഡാണ്. എന്താണ് തെറപ്പി ടൈലർ മെയ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം? അതായത് നമ്മുടെ എന്താ പറയുക, ഓരോരുത്തർക്ക് നമ്മൾ ഫോം ചെയ്യുന്ന സൈക്കോതെറപ്യൂട്ടിക് സൊല്യൂഷൻസ്, മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓരോ കേസ് അനുസരിച്ചും വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർക്ക് സ്പേസിലെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്, വളരെ ഡൈവേഴ്സാണ്. കൾച്ചർ അനുസരിച്ചും പല ആസ്പെക്ട്സ് അനുസരിച്ചും മാറും. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടാണെങ്കിലും ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് പലരുടെ, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ വർക്ക് സ്പേസിലെ കൾച്ചറും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിനൊരു സൈക്കോളജിസ്റ്റിന് സജഷൻ കൊടുക്കാൻ പറ്റുക. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.